നമസ്കാരം. ഭാരതത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ശ്രീ അജിത് ഡോവൽ കഴിഞ്ഞ ദിവസം, അതായത് മെയ് 29 റഷ്യയിലായിരുന്നു. അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിൽ വളരെ കൃത്യമായ ഒരു പ്രസംഗമാണ് അദ്ദേഹം നടത്തിയത്. ആ പ്രസംഗത്തിൽ എന്തൊക്കെയാണ് അദ്ദേഹം പ്രധാനമായി എടുത്തു പറഞ്ഞതെന്ന് നമുക്ക് വിശദീകരിക്കാം. അതോടൊപ്പം ഇത്തരം സന്ദർശനങ്ങളിൽ, പ്രത്യേകിച്ചും ശ്രീ അജിത് ഡോവൽ ഒരു രാജ്യത്തേക്ക് സന്ദർശനം നടത്തുമ്പോൾ ആ സന്ദർശനങ്ങളിൽ നമ്മൾ പൊതുലോകം കാണുന്ന കുറേ കാര്യങ്ങളും പൊതുലോകം കാണാതെ അണിയറയിൽ നടക്കുന്ന ചില കാര്യങ്ങളും ഉണ്ട്. ശ്രീ അജിത് ഡോവലിൻ്റെ റഷ്യ സന്ദർശനത്തിലും അങ്ങനെ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചും കൂടി നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് ലോകമാകെ സംഘർഷഭരിതമാണ്. ഈ സംഘർഷഭരിതമായ ലോകത്ത് ഭാരതം എങ്ങനെയാണ് വളരെ നിശബ്ദമായി, വളരെ കൃത്യതയോടെ സ്വന്തം രാജ്യത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളത് അജിത് ഡോവലിനെ കണ്ടുപഠിക്കണം. അദ്ദേഹം എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കൃത്യമായി ഫോളോ ചെയ്താൽ മതി. അദ്ദേഹം നടപ്പാക്കുന്നത് മോദി സർക്കാരിൻ്റെ നയങ്ങളാണ്. എനിക്ക് തോന്നുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷനുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇന്ന് ഭാരതത്തിലുണ്ടെങ്കിൽ അത് ശ്രീ അജിത് ഡോവലാണ്. അദ്ദേഹം എന്താണ് ചിന്തിക്കുന്നതെന്ന് മോദി എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് കൃത്യമായി അറിയാവുന്ന ആൾ അജിത് ഡോവലുമാണ്. അതുകൊണ്ടാണ് അവർ തമ്മിലുള്ള ആ ഒരു കോർഡിനേഷൻ ഇത്ര ഭംഗിയായിട്ട് കഴിഞ്ഞ 10-12 വർഷങ്ങളായി മുന്നോട്ട് പോകുന്നത്. അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഈ ശ്രീ അജിത് ഡോവലിൻ്റെ ഈ ഒരു സന്ദർശനത്തിൻ്റെ ഒരു പ്രാധാന്യത്തിൽ ഒരു കാര്യം വളരെ കൃത്യമായിട്ട് പറയാം. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാകിസ്ഥാന് വലിയ പണി കിട്ടാൻ പോവുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ദേശീയ താൽപ്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ ഇസ്ലാമിക ഭീകരവാദത്തെ ഒരു ഉപകരണമായി ഉപയോഗിച്ചു തുടങ്ങിയിട്ട് കാലങ്ങളായി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ്റെ നിലനിൽപ്പ് തന്നെ ഇസ്ലാമിക ഭീകരവാദത്തിലും അതേപോലെ ഇന്ത്യ വിരുദ്ധതയിലുമാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിന് വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നു എന്നുള്ളതാണ് ശ്രീ അജിത് ഡോവലിൻ്റെ വിസിറ്റ് കൃത്യമായിട്ട് നമ്മളെ മനസ്സിലാക്കി തരുന്നത്. ഇതുവരെ ആർക്കും അറിയാത്ത ചില കാര്യങ്ങൾ കൂടി അതിൻ്റെ പിന്നാലെ ഉണ്ട് താനും. അതിലേക്ക് വരുന്നതിന് മുമ്പ് ശ്രീ അജിത് ഡോവൽ എന്തിനാണ് റഷ്യയിൽ പോയത്? റഷ്യയിൽ അദ്ദേഹം പോയത് ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി ഫോറത്തിൻ്റെ മീറ്റിങ്ങിൽ, ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ്. ആ മീറ്റിങ്ങിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിൽ പോയത് തന്നെ ലോകത്തിന് ഒരു കൃത്യമായ സന്ദേശമാണ്. കാരണം റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇന്ന് പാശ്ചാത്യ ശക്തികളുടെ സ്കാനറിലാണ്. അവിടെ നിന്ന് വലിയ തോതിൽ ഉപരോധങ്ങളൊക്കെ നേരിടുന്നു. അമേരിക്കയുടെ ശത്രുപക്ഷത്താണ് അമേരിക്ക കൊണ്ട് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഒരു രാജ്യത്ത് ഇപ്പോൾ ഇത്രയും സംഘർഷങ്ങൾ നടക്കുമ്പോൾ ഭാരതത്തിൻ്റെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് പോവുകയും റഷ്യ നേതൃത്വം കൊടുക്കുന്ന ഒരു ഇൻ്റർനാഷണൽ ഫോറത്തിൽ പ്രസംഗിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് തന്നെ കൃത്യമായ ഒരു സന്ദേശമാണ്. സന്ദേശം ഇത്രയേ ഉള്ളൂ: നിങ്ങൾ ആരും ഞങ്ങളെ ഏതെങ്കിലും ഒരു ചേരിയിൽ നിർത്തണ്ട എന്നുള്ള സന്ദേശം. ഒരു കാലത്ത് നമുക്കെല്ലാവർക്കും അറിയാം, 2 ചേരികൾ, ശാക്തിക ചേരികളുണ്ടാകും. അതിൽ ഏതെങ്കിലും അത് രണ്ടും വലിയ രാജ്യങ്ങളുടെ, വലിയ സാമ്പത്തിക സൈനിക ശക്തികളുള്ള രാജ്യങ്ങളുടേതായ ചേരികളാണ്. ആ ചേരികളിൽ ഏതെങ്കിലും ഒരിടത്ത് നിങ്ങൾ മൂന്നാം ലോക രാജ്യങ്ങളൊക്കെ നിന്നോണം എന്നുള്ള തീട്ടൂരമാണ് ഇവരെല്ലാം നമുക്ക് നൽകിയിരുന്നത്. പക്ഷേ ആ കാലം കഴിഞ്ഞു എന്നും ഞങ്ങൾക്ക് നിങ്ങളുടെ ആരുടെയും ചേരിയുടെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യ താൽപ്പര്യത്തിനായി ഞങ്ങൾ എവിടെ നിൽക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നുള്ള കൃത്യമായ സന്ദേശം കൂടിയാണ് ശ്രീ അജിത് ഡോവലിൻ്റെ റഷ്യ വിസിറ്റ് കൊടുക്കുന്നത്. ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഭാരതം എന്തോ ഒരു ബാലൻസിങ് ആക്റ്റാണ് ഇപ്പോൾ നടത്തുന്നത്. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായി നല്ല ബന്ധമുണ്ട്. ഇറാനുമായിട്ട് നമ്മുടെ ഛബാർ തുറമുഖവും മറ്റ് അനുബന്ധ കാര്യങ്ങളുമായിട്ടൊക്കെ ഭാരതവും ഇറാനും തമ്മിൽ നല്ല ബന്ധത്തിലാണ്. ഭാരതവും ഇസ്രായേലുമായിട്ട് എല്ലാ അർത്ഥത്തിലും, ആയുധങ്ങളുടെ കാര്യത്തിലായാലും മറ്റു കാര്യങ്ങളിലായാലും വലിയ ബന്ധമുണ്ട്. ഭാരതവും ഗൾഫ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം എടുത്തു പറയേണ്ടതാണ്. ഈ പറയുന്ന പോലെ ഓയിൽ, എനർജി, ഇത്തരം മേഖലകളിലും മാത്രമല്ല മനുഷ്യ വിഭവശേഷിയുടെ കാര്യത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടുള്ള പേഴ്സണൽ ബന്ധം അത് ഇസ്രായേലുമായിട്ടുണ്ട്, ഗൾഫ് രാജ്യങ്ങളുമായിട്ടുണ്ട്. മറുവശത്ത് ഇറാനുമായിട്ടും ബന്ധമുണ്ട്. അതേപോലെ അമേരിക്കയുമായുള്ള ബന്ധം നിലനിർത്തുമ്പോൾ തന്നെ
റഷ്യയുമായിട്ടും ഭാരതത്തിന് ബന്ധമുണ്ട്, ഉക്രൈനുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ ഈ ലോകത്ത് സംഘർഷത്തിൻ്റെ രണ്ട് ഭാഗത്ത് ആരൊക്കെ നിൽക്കുന്നു എന്ന് നോക്കാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ലോകത്ത് കരണീയം എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ. കാരണം ആരും നമ്മളെ സഹായിക്കാൻ വരില്ല. നമ്മൾ ഇത്രയും കാലം ഈ പറയുന്ന പാകിസ്ഥാനിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ വലിയ തോതിൽ സംഘർഷങ്ങൾ അല്ലെങ്കിൽ വലിയ തോതിൽ കടന്നുകയറ്റവും ആക്രമണവും നേരിട്ടപ്പോൾ വലിയ പ്രസ്താവനകൾക്കപ്പുറം നമുക്ക് ഐക്യരാഷ്ട്രസഭ പോലും നമ്മളെ സഹായിക്കാനുണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ മറ്റാരെയും തൃപ്തിപ്പെടുത്താനല്ല, മറിച്ച് നമ്മളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധ്യമാണ് ഈ ഓരോ നീക്കത്തിൻ്റെയും പിന്നിൽ എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ശ്രീ അജിത് ഡോവൽ ഈ ഇൻ്റർനാഷണൽ സെക്യൂരിറ്റി ഫോറത്തിൽ നടത്തിയ പ്രസംഗത്തിലും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിയിരുന്നു. അദ്ദേഹം പറഞ്ഞ 2-3 പ്രധാനപ്പെട്ട പോയിന്റുകൾ വളരെ ചുരുക്കത്തിൽ ഞാനൊന്ന് പറയാം. ഒന്ന്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചേരിചേരാ നയത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു എന്നുള്ള കൃത്യമായ സന്ദേശമാണ് അദ്ദേഹം കൊടുത്തത്. അതിൽ ഇപ്പോഴത്തെ ചേരികളിൽ പെടാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്നും ഞങ്ങൾ ഇൻഡിപെൻഡൻ്റായിട്ട് നിൽക്കുന്ന രാജ്യമാണ് എന്നും കൃത്യമായ സന്ദേശം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലുണ്ടായിരുന്നു. ആ പ്രസംഗം യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, നിങ്ങളൊന്ന് കേട്ടു നോക്കണം. അതോടൊപ്പം അദ്ദേഹം എടുത്തു പറഞ്ഞത് പാകിസ്ഥാനെ സംബന്ധിച്ചുള്ള, പാകിസ്ഥാൻ്റെ പേരൊന്നും അദ്ദേഹം പറഞ്ഞില്ല, പക്ഷേ ഭീകരവാദത്തെ സംബന്ധിച്ച് ലോകരാഷ്ട്രങ്ങൾക്കുള്ള ഇരട്ടത്താപ്പിനെക്കുറിച്ചാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഒരിടത്തും ഈ നല്ല തീവ്രവാദി, ചീത്ത തീവ്രവാദി, ഞങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നവർ നല്ലത്, ഞങ്ങൾക്കെതിരായി നിൽക്കുന്നവർ ചീത്ത, ഇത്തരത്തിലുള്ള യാതൊരു ക്ലാസിഫിക്കേഷനും ഭാരതം അംഗീകരിക്കുന്നില്ല. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭീകരവാദികളാണ്, അവരെ എലിമിനേറ്റ് ചെയ്യേണ്ടത് ഭാരതത്തിൻ്റെ ആവശ്യമാണെങ്കിൽ അത് ഭാരതം കൃത്യമായി ചെയ്യും എന്നുള്ള കൃത്യമായ സന്ദേശമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ അദ്ദേഹം കൊടുത്തത്. പേര് പറഞ്ഞില്ലെങ്കിലും അദ്ദേഹം ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് അവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു വിഷയത്തിൽ ഞങ്ങൾക്ക് ആരും ലെക്ചറൊന്നും തരണ്ട എന്നും അദ്ദേഹം സൂചിപ്പിച്ചു. അതായത് ആരും ഞങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ വരണ്ട, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, അതിനു വേണ്ടുന്ന നടപടികൾ ഞങ്ങൾ എടുക്കുമെന്നുള്ള കൃത്യമായ സന്ദേശം. രണ്ടാമത്തേത്, അദ്ദേഹം ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ ആഗോള തലത്തിലുള്ള ഇത്തരം സംഘടനകളുടെ ഷണ്ഡത്വത്തെക്കുറിച്ച് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. ഈ പറയുന്ന ഒരൊറ്റ സംഘർഷത്തിലും, ഈ സംഘർഷങ്ങളിലെല്ലാം പാവപ്പെട്ട മനുഷ്യർ മരിക്കുന്നുണ്ട്, വലിയ തോതിൽ നഗരങ്ങൾക്കും ഗ്രാമങ്ങൾക്കും വലിയ തോതിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ജനജീവിതം താറുമാറാവുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും കൃത്യമായി ഒന്ന് ഇടപെട്ട് സംഘർഷം ഇല്ലാതാക്കാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെ സെക്യൂരിറ്റി കൗൺസിൽ ഉൾപ്പെടെയുള്ളവർക്ക് സാധിക്കുന്നില്ല എന്ന് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു. അതോടൊപ്പം അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, 1950കളിലെ ശാക്തിക ചേരികളുടെ ഫോർമുലയിലാണ് ഇപ്പോഴും സെക്യൂരിറ്റി കൗൺസിൽ പോലെയുള്ള സ്ഥാപനങ്ങൾ നിലനിൽക്കുന്നത്, അല്ലാതെ 2026 ആവശ്യകത അനുസരിച്ചല്ല. അതനുസരിച്ച് ഇതെല്ലാം കാലോചിതമായി മാറ്റണം എന്നുള്ള സന്ദേശവും ആവശ്യവുമാണ് ശ്രീ അജിത് ഡോവൽ അവിടെ റഷ്യയിൽ മോസ്കോയിൽ വെച്ച് പ്രസംഗത്തിൽ ഉന്നയിച്ചത്. വളരെ കൃത്യമായിട്ട് ഭാരതത്തിന് ഈ പറയുന്ന ലോക കാര്യങ്ങളിൽ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ ഭാരതത്തിൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടേ മതിയാവൂ. ഭാരതത്തിന് ഇതിൽ വെറും ഒരു കാഴ്ചക്കാരനായി നിൽക്കാൻ സൗകര്യമില്ല, ഞങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമാകാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് എന്ന് അദ്ദേഹം കൃത്യമായി ആവശ്യപ്പെടുകയായിരുന്നു ആ മീറ്റിങ്ങിൽ. അതാണ് രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ കാര്യം, ഭാരതം ഇതിനെയൊക്കെ എങ്ങനെ കൃത്യമായി നേരിടും എന്നുള്ളതിനെ സംബന്ധിച്ച അദ്ദേഹം നൽകിയ സൂചനകളാണ്. അതായത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഭാരതത്തിന് നേരെ വരുന്ന ആക്രമണങ്ങളെ ചെറുക്കാനും ചെറുത്തു തോൽപ്പിക്കാനും ശത്രുക്കളെ ഇല്ലാതാക്കാനും ഞങ്ങൾക്ക് മറ്റൊരാളുടെയും ലെക്ചർ കേൾക്കേണ്ട കാര്യമില്ല, മറ്റൊരാളുടെയും ശുപാർശ ആവശ്യമില്ല. അത് തീർക്കാൻ ഞങ്ങൾക്ക് പൂർണ്ണമായ അവകാശമുണ്ട്. കാരണം നിങ്ങളാരും ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കതിനുള്ള കഴിവില്ലാതായിരിക്കുന്നു എന്ന് അദ്ദേഹം ബോധ്യപ്പെടുത്തി. ഇതിലെല്ലാം കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായി ഭാരതത്തിൻ്റെ വിദേശ നയം ഇന്ന് എന്താണ്, ആഗോള രാഷ്ട്രീയത്തെ ഭാരതം എങ്ങനെ നോക്കിക്കാണുന്നു, മോദി സർക്കാരിൻ്റെ നിലപാടുകൾ എന്താണ് എന്നുള്ളതും കൃത്യമായി വരച്ചു കാട്ടുകയായിരുന്നു ശ്രീ അജിത് ഡോവൽ. ആ പ്രസംഗം കൃത്യമായിട്ട് തന്നെ ഈ പറയുന്ന എല്ലാവരും, എല്ലാ ആഗോള ശക്തികളും കേട്ടിട്ടുണ്ട്, അവർ അത് നോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്
പുറമേ നമ്മൾ കാണുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ കേൾക്കുന്ന വിവരങ്ങളാണ്. പക്ഷേ ഇതിനപ്പുറം ഒരു വലിയ ദൗത്യത്തിൻ്റെ ഭാഗം കൂടിയാണ് ശ്രീ അജിത് ഡോവലിൻ്റെ റഷ്യ സന്ദർശനം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. അതായത് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരുപക്ഷെ ഭാരതത്തിൽ അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു വലിയ നെഗോസിയേഷൻ നടക്കുന്നുണ്ട്. ആ ചർച്ച അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും റഷ്യൻ സർക്കാരും തമ്മിലായിരുന്നു. യഥാർത്ഥത്തിൽ ആ ചർച്ച തുടങ്ങിയത് കഴിഞ്ഞ ജൂൺ 2025-ലാണ്. ജൂൺ 2025 ഒരു കാലത്ത് തമ്മിൽ ബദ്ധശത്രുക്കളായിരുന്ന ഈ രണ്ട് കൂട്ടരും തമ്മിൽ ചർച്ചകൾ ആരംഭിക്കുന്നു. ജൂണിൽ ഈ ചർച്ചകൾ ആരംഭിക്കുന്നു. ഒക്ടോബറിൽ അഫ്ഗാനിസ്ഥാൻ്റെ വിദേശകാര്യ വകുപ്പ് മന്ത്രി മൗലവി അമീർ ഖാൻ മുത്താക്കി ഭാരതത്തിലെത്തുന്നു. ഭാരതത്തിൽ ദിവസങ്ങളോളം താമസിച്ച് ഭാരതത്തിൻ്റെ ഒഫീഷ്യൽസുമായിട്ടും ശ്രീ അജിത് ഡോവൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാർ അതിലുണ്ട്, അതേപോലെ മന്ത്രിമാരുമായിട്ടൊക്കെ അദ്ദേഹം കാണുന്നു. അദ്ദേഹം തിരിച്ചു പോകുന്നു. ഈ ചർച്ച നിരന്തരം നടന്നു വരികയും റഷ്യൻ ഭരണകൂടവും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടവും ഈ മാസം മെയ് 2026 ഒരു എഗ്രിമെൻറ്റിൽ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ഒരു മിലിറ്ററി എഗ്രിമെൻ്റാണ്. ആ മിലിറ്ററി എഗ്രിമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫൻസ് പാക്റ്റാണ്. ഇരു കൂട്ടരും തമ്മിൽ പ്രതിരോധ രംഗത്ത്, മിലിറ്ററി രംഗത്ത് ഉണ്ടാകാൻ പോകുന്ന സഹകരണത്തിൻ്റെ കൃത്യമായ രേഖ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അതായത് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ റഷ്യ സൈനികമായി സഹായിക്കാൻ പോകുന്നു എന്ന് ചുരുക്കം. ഇതിൻ്റെ പിന്നിൽ കൃത്യമായിട്ട് ഭാരതത്തിൻ്റെ കൈകൾ ഉണ്ട് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൽ അതിശയിക്കാൻ യാതൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1980-കളിൽ ഇസ്ലാമിക ഭീകരവാദം അഫ്ഗാൻ മേഖലയിൽ വന്നത് തന്നെ റഷ്യൻ ഒക്യുപ്പേഷനെതിരെയാണ്, റഷ്യയുടെ അവിടുത്തെ സാന്നിധ്യത്തിനെതിരെയാണ്. ആ സാന്നിധ്യത്തെ അവിടെ നിന്ന് പറിച്ചു കളയുന്നതിലൂടെയാണ് ഇസ്ലാമിക തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഈ മേഖലയിൽ എല്ലാം വലിയ ശക്തി ഉണ്ടായത്. അതിനുശേഷം പിന്നീട് അമേരിക്ക വന്നു. അമേരിക്ക 2021 അമേരിക്കയും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം ഇപ്പോൾ അവിടെയുള്ള ഒരു വാക്യൂം, അവിടെയുള്ള ഒരു സ്പേസ് അത് റഷ്യ വീണ്ടും ഒക്യുപ്പൈ ചെയ്യുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഒരു തരത്തിൽ എല്ലാ അർത്ഥത്തിലും ബദ്ധ വൈരികളായിരുന്ന അഫ്ഗാനിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെയും റഷ്യൻ ഭരണകൂടത്തെയും ഒരുമിച്ച് കൊണ്ടുവന്നതിൽ ഒരു പക്ഷേ ഭാരതത്തിന് വലിയ ഒരു റോള് ഭാരതത്തിൻ്റേത് ഉണ്ടാകാം എന്നാണ് നമുക്ക് ചിന്തിക്കാൻ കഴിയുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഭാരതത്തിനും ഗുണമുണ്ട്. ഭാരതത്തിന് എങ്ങനെയാണ് ഗുണം? രണ്ട് പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, അഫ്ഗാനിസ്ഥാനിലെ ഭരണകൂടവും ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഭരണകൂടവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നമുക്ക് വളരെ കൃത്യമായിട്ടറിയാം. അഫ്ഗാനിസ്ഥാൻ മേഖലയിൽ നിന്ന് നിരവധി ആൾക്കാർ, ആ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി ഭീകര ഗ്രൂപ്പുകളുണ്ട്, ഭീകരവാദികൾക്ക് പരിശീലനം കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയെല്ലാം അഫ്ഗാനിസ്ഥാൻ്റെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ആ ആക്രമണങ്ങൾ ഇനി ശക്തിപ്പെടുമെന്ന് മാത്രമല്ല, അഫ്ഗാനിസ്ഥാനുള്ളിൽ പാകിസ്ഥാൻ ISI നടത്തിയിരുന്ന ചില ഏർപ്പാടുകളുണ്ട്. അങ്ങനെയാണ് നമ്മുടെ കുൽഭൂഷൺ യാദവിനെ ഉൾപ്പെടെ തട്ടിക്കൊണ്ടുപോയതെന്ന് നമ്മൾ നേരത്തെ ഈ പരിപാടിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത്തരം ഏർപ്പാടുകളൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. കാരണം പാകിസ്ഥാൻ ISI ഇപ്പോൾ അഫ്ഗാൻ മേഖലയിൽ പൂർണ്ണമായിട്ട് നിഷ്ക്രിയമായിട്ടുണ്ട്. എന്ന് മാത്രമല്ല, പാകിസ്ഥാനിലെ വിഘടനവാദി ഗ്രൂപ്പുകൾക്ക് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വലിയ സഹായങ്ങൾ ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ ഈ മേഖലയിൽ അഫ്ഗാൻ ഭരണകൂടം പാകിസ്ഥാനെതിരെ ചെയ്യാവുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് റഷ്യ പോലെ വളരെ അത്യന്താധുനിക വെപ്പൺസും അതേപോലെ ഗവേഷണവും ഒക്കെ നടക്കുന്ന, പ്രതിരോധ രംഗത്ത് നടക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ. ആ റഷ്യയുടെ സൈനിക സഹായം മാത്രമല്ല, ടെക്നിക്കൽ സഹായവും ഇവർ തമ്മിലുള്ള എഗ്രിമെൻറ്റിലുണ്ട്. അപ്പോൾ ഈ ടെക്നിക്കൽ സഹായവും കൂടി, സാങ്കേതിക സഹായം കൂടി ലഭിക്കുന്നതോടുകൂടി അഫ്ഗാൻ ഭരണകൂടത്തിന് വലിയ തോതിൽ ശക്തി ലഭിക്കുകയാണ് പാകിസ്ഥാനെതിരെ ആക്ട് ചെയ്യാൻ. അപ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് ഞാൻ നിങ്ങളുടെ ഊഹത്തിന് വിടുകയാണ്. പക്ഷേ പാകിസ്ഥാനെ വെള്ളം കുടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പാകിസ്ഥാന് അഫ്ഗാൻ ബോർഡറിൽ തന്നെ വലിയ തോതിൽ സംഘർഷം നേരിടുന്നു, വിഘടനവാദി ഗ്രൂപ്പുകളുമായിട്ട് വലിയ തോതിൽ സംഘർഷം നേരിടുന്നു. അപ്പോൾ തന്നെ ഭാരതത്തിൻ്റെ നേരെയുള്ള ആക്രമണങ്ങളുടെ തോത് കുറയാനും സാധ്യതയുണ്ട്. കാരണം ഈ ഡിപ്ലോയ്മെൻറ്റ് മുഴുവൻ അങ്ങോട്ട് പോകേണ്ടതാണ്. അത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ക്ഷീണിത
അവസ്ഥ ഉണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി ഇതിനകത്ത് രണ്ടാമത്തെ ഒരു താല്പര്യം കൂടി ഭാരതത്തിനുണ്ട്. അത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന് പറയുന്ന ഭീകര ഗ്രൂപ്പാണ്. നമ്മൾ ഈ പരിപാടിയിൽ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ് അവസാനിച്ചു എന്ന് പലരും പറയുന്നുണ്ടെങ്കിലും ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ എന്ന് പറയുന്ന ഖൊറാസാൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പ് ഇപ്പോഴും വളരെ ആക്റ്റീവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭാരതത്തിൽ ഇപ്പോഴും ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത് ഈ ISIK-യാണ്, അതായത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാനാണ്. ആ ക്യാമ്പുകളിലാണ് ഇവിടെ നിന്ന് ഭാരതത്തിൽ നിന്ന് പോയ നിമിഷ ഫാത്തിമ, തിരുവനന്തപുരത്തു നിന്ന് പോയ നിമിഷ ഫാത്തിമ ഉൾപ്പെടെയുള്ളവർ ഒരു കാലത്ത് ജീവിച്ചിരുന്നത് അമേരിക്കൻ സേനയുടെ പിടിയിലാകുന്നതിന് മുമ്പ്. ഇസ്ലാമിക് സ്റ്റേറ്റിന് ഇപ്പോഴും വലിയ സ്വാധീന മേഖലയുണ്ട്. അവർക്കെതിരെയും പ്രവർത്തിക്കാൻ അഫ്ഗാൻ ഭരണകൂടം ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഒരു സ്വാധീന ശക്തി ഈ സെൻട്രൽ ഏഷ്യ, മധ്യേഷ്യയിലേക്ക് കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരുന്നത് തടയാൻ അഫ്ഗാനിസ്ഥാൻ റഷ്യയ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടും റഷ്യ അഫ്ഗാനിസ്ഥാൻ ഭരണകൂടത്തെ ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഗുണമാണ്. കാരണം ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസാൻ ഇല്ലാതായി കഴിഞ്ഞാൽ ഭാരതത്തിൽ മാത്രമല്ല ഈ കേരളത്തിൽ തന്നെ ഇതുപോലെയുള്ള ഇസ്ലാമിക് സ്റ്റേറ്റ് റിക്രൂട്ട്മെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ പോകുന്ന മലയാളികളെ കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു ശമനം വരാൻ വലിയ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയോജനമുള്ള ഒരു എഗ്രിമെൻ്റാണ് റഷ്യൻ ഭരണകൂടവും ഈ താലിബാൻ ഭരണകൂടവും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തി എന്ന് പറയുന്നത് മോദി സർക്കാരാണ്, ശ്രീ അജിത് ഡോവലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ എഗ്രിമെൻ്റ് അവസാനം എത്തി. അത് എഗ്രിമെൻ്റ് നടന്ന ഉടൻ തന്നെ ശ്രീ അജിത് ഡോവൽ അവിടെ റഷ്യയിൽ എത്തുന്നതും ഒരു ഉച്ചകോടിയിൽ പ്രസംഗിക്കാനാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ ചീഫ് സെർഗൈ ഷോയിഗോയെ നേരിട്ട് കാണുന്നതും സെർഗൈ ഷോയിഗോയുമായിട്ട് ചർച്ച നടത്തുന്നതും. യഥാർത്ഥത്തിൽ ഈ സെർഗൈ ഷോയിഗോയാണ് അഫ്ഗാൻ ഭരണകൂടവുമായിട്ട് ചർച്ചകൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിയതും ഈ എഗ്രിമെൻറ്റിൽ അവസാനം എത്തുന്നതും. അദ്ദേഹത്തോടൊപ്പം ശ്രീ അജിത് ഡോവൽ നാഷണൽ സ്പേസ് കമ്മീഷൻ, അതേപോലെ ടെക്നിക്കലായിട്ട് പ്രതിരോധ രംഗത്ത് പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളൊക്കെ സന്ദർശിച്ചതും അത്ര യാദൃച്ഛികമാകാൻ സാധ്യതയില്ല. അപ്പോൾ എല്ലാ അർത്ഥത്തിലും വലിയ തോതിൽ സംഘർഷം ലോകത്ത് നടക്കുമ്പോഴും ഭാരതം വളരെ കൃത്യതയോടെ ആണ് ഓരോ ചുവടുവെപ്പും വെക്കുന്നത്, ഓരോ രാജ്യങ്ങളുമായിട്ട് സംസാരിക്കുന്നത്. അതിൻ്റെ കൃത്യമായ ഒരു ഉദാഹരണം കൂടി നമ്മളുടെ കൺമുമ്പിൽ വന്നപ്പോൾ അത് ചൂണ്ടിക്കാണിച്ചതാണ്. നമസ്കാരം.